ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. HSI പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഭൂരിഭാഗം പേർക്കും വളരെയധികം ഡൗട്ട് ഉണ്ടാക്കുന്നൊരു മേഖലയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ടൈം സോണുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. എങ്ങനെയാണ് സാറേ ഈ ടൈം സോൺ നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ആ ഒരു ഭാഗത്തിൻ്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. സോ അത് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാതെ പഠിക്കുന്ന ഒരു വിഷയമല്ല ജോഗ്രഫി എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മനസ്സുകൊണ്ട് പഠിക്കേണ്ട ധാരാളം വസ്തുതകളുണ്ട്. അതിലൊന്നാണ് ഈ ടൈം സോൺസും. നമ്മളുടെ ഒരു ഇമാജിനേഷനും നമ്മളുടെ ഒരു അനാലിസിസും ഒക്കെ ഉണരേണ്ട ഒരു വിഷയമാണ് ജോഗ്രഫി. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ അതേസമയം കൺഫ്യൂസിങ് ആയ ഒരു മേഖലയാണ് ടൈം സോൺസ്. നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം, ഒന്നും പേടിക്കണ്ട. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കേറ്ററ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ടൈം സോണിൽ നിന്ന്. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ചോദ്യം ഇതാണ്: 82.5 ഡിഗ്രി എന്താണ്? 82.5 ഡിഗ്രി 30 മിനിറ്റ് പടിഞ്ഞാറ് രേഖാംശത്തിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയായി സങ്കല്പിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണ്ടെത്തുക. പറഞ്ഞേക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പടിഞ്ഞാറ് രേഖാംശത്തിൽ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ് എങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയെന്ന് കണ്ടെത്തുക. വളരെ പെട്ടെന്ന് 2 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ കൂട്ടി ഉത്തരം 7:30 PM എന്നെഴുതാനൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റി? അവിടെയാണ് നമ്മുടെ ചോദ്യം എക്സ്പ്ലനേഷൻ ആരംഭിക്കുന്നത്. 7:30 എന്ന് പറഞ്ഞത് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞത് അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ചത് എന്തുകൊണ്ട് തെറ്റി? ഇവിടെ ചോദിച്ചേക്കുന്നത് 82.5 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റിലെ സമയം തന്നിട്ട് ഈസ്റ്റിലെ സമയമാണ് ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? 82.5 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റിലെ സമയം ഉച്ചയ്ക്ക് 2 മണിയാണ് എങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഏത് രേഖാംശത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ കണ്ടെത്തുന്നത്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ കണ്ടെത്തുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത്, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത പേജിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്കിതൊരു എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈം മെറീഡിയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഗ്രീൻവിച്ച് മെറീഡിയൻ അല്ലെങ്കിൽ പ്രൈം മെറീഡിയൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭൂമിയിൽ നിങ്ങൾ കാണുന്ന ഈ തരത്തിലുള്ള സാങ്കല്പിക രേഖകളാണ് ഒരു ഗ്ലോബിൽ നമ്മൾ കാണുന്ന വടക്ക് തെക്ക് ദിശകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് മെറീഡിയൻസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ രേഖാംശങ്ങൾ. ഭൂമിയിലെ 0 ഡിഗ്രി രേഖാംശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് മെറീഡിയൻ. ഗ്രീൻവിച്ച് എന്നും പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഗ്രീൻവിച്ച് അല്ലെങ്കിൽ ഗ്രീനിച്ച്. അപ്പോൾ പ്രൈം മെറീഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖാംശം അല്ലെങ്കിൽ ഗ്രീൻവിച്ച് രേഖാംശം 0 ഡിഗ്രിയാണ്. ക്ലിയർ? 0 ഡിഗ്രിയിൽ ഏത് സമയമാണോ രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഏത് സമയമാണോ അനുഭവപ്പെടുന്നത്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാ രേഖാംശങ്ങളിലെയും സമയം നമ്മൾ കണക്കാക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു ഗ്ലോബിലേക്ക് നിങ്ങൾ നോക്കിക്കോണം. 0 ഡിഗ്രിയിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടുകയും 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് സമയം കുറയുകയുമാണ് ചെയ്യുന്നത്. തൽക്കാലം ഇത് 1 ഡിഗ്രി ആയിട്ട് കണക്കാക്കാം. ഇത് 2 ഡിഗ്രി ഈസ്റ്റ് ആയിട്ട് കണക്കാക്കാം. 0 ഡിഗ്രിക്ക് കിഴക്കോട്ടുള്ളതെല്ലാം നമ്മൾ ഈസ്റ്റ് എന്ന് പറയും, വലത്തോട്ടുള്ളത്. പുറകോട്ടുള്ളതെല്ലാം നമ്മൾ വെസ്റ്റ് എന്ന് പറയും. 1 ഡിഗ്രി വെസ്റ്റ്, 2 ഡിഗ്രി വെസ്റ്റ് മതി. ഇപ്പം തൽക്കാലം ഇത്രയും മതി. 0 ഡിഗ്രിയിലെ സമയം പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ്റെ സമയം 10 മണിയാണെന്ന് വിചാരിക്കുക. 10 AM ആണെന്ന് വിചാരിക്കുക, രാവിലെ 10 AM. എങ്കിൽ 1 ഡിഗ്രി ഈസ്റ്റിലെ സമയം നിങ്ങൾ 4 മിനിറ്റ് മുമ്പോട്ട് കൂട്ടണം. എത്ര മിനിറ്റ് കൂട്ടണം? 4 മിനിറ്റ്. അതായത് 10:04 എന്നാണ് അവിടുത്തെ സമയം. 10:04 AM. 2 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ സമയം വീണ്ടും 4 മിനിറ്റ് മുമ്പോട്ട് കൂട്ടണം. അപ്പോൾ ഉത്തരം 10:08 AM എന്ന് കിട്ടും. അതായത്
0 ഡിഗ്രിയിൽ നിന്ന് ഓരോ ഡിഗ്രി കിഴക്കോട്ട് മാറുമ്പോഴും 4 മിനിറ്റ് വെച്ച് സമയം മുമ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. 10 മണി 4 മിനിറ്റ്, 10 മണി 8 മിനിറ്റ്, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പുറകോട്ടോ 4 മിനിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് 1 ഡിഗ്രി വെസ്റ്റിൽ 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറ് അല്ലെങ്കിൽ ഇടത്തോട്ട് മാറി 1 ഡിഗ്രി വെസ്റ്റിൽ സമയം 9:56 AM ആയിരിക്കും. വീണ്ടും 2 ഡിഗ്രി ആകുമ്പോൾ 4 മിനിറ്റോടെ പിന്നെയും കുറയ്ക്കണം. 9:52 അവിടുത്തെ സമയം. ക്ലിയർ? കിഴക്കോട്ട് വരുമ്പോൾ 10:04, 10:08, 10:12 ഇങ്ങനെ ഓരോ ഡിഗ്രിയിൽ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ പ്രൈമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. എൻ്റെ തല ഭൂമിയായി സങ്കല്പിക്കുക. എൻ്റെ തല ഭൂമിയായി സങ്കല്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തല ഭൂമിയായി സങ്കല്പിക്കുക. ഓക്കെ, ഇനി എൻ്റെ മൂക്ക് ഇന്ത്യയായി സങ്കല്പിക്കുക. സിമ്പിൾ. എൻ്റെ മൂക്കിന് നേരെ മുകളിൽ സൂര്യപ്രകാശം വരുന്നു. അതായത് ഇന്ത്യക്ക് നേരെ മുകളിൽ സൂര്യപ്രകാശം വരുന്നു. നട്ടുച്ച 12 മണി. ഓക്കെ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇന്ത്യ ഇവിടെ നിന്ന് ഇവിടെ എത്തി, 90 ഡിഗ്രി തിരിഞ്ഞു. നേരെ എൻ്റെ തല തിരിഞ്ഞ് പുറകി വന്നാലോ, നേരെ ഇങ്ങനെ തല തിരിഞ്ഞ് പുറകി വന്നാലോ, നേരെ രാത്രി 12 12 മണിക്കൂർ തിരിഞ്ഞു. അവിടെ നിന്ന് ഈ തല തിരിഞ്ഞ് വീണ്ടും ഇവിടെ വന്നാലോ, എനിക്ക് അത്ര തിരിക്കാൻ പറ്റത്തില്ല, കഴുത്തെല്ലാം കൂടെ ഉളുക്കി ഒടിഞ്ഞ് പറഞ്ഞു പോകും. വീണ്ടും ഇങ്ങനെ എനിക്ക് 90 വരെയൊക്കെ തിരിക്കാം. വീണ്ടും ഇവിടെ 180 വരുന്നു, രാത്രിയായി. വീണ്ടും കറങ്ങി ഇവിടെ വരുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആവും. ഇതാണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നോക്കിയോ, ഇന്ത്യ ഇവിടെ, ഭൂമി 1 ഡിഗ്രി തിരിഞ്ഞു എന്ന് വിചാരിച്ചു. ഇന്ത്യ അപ്പോൾ ഇവിടെയായി. ഇന്ത്യയിലെ സമയം അപ്പോൾ എത്രയായി? 12 മണി കഴിഞ്ഞ് 4 മിനിറ്റായി. വീണ്ടും 1 ഡിഗ്രി കൂടെ തിരിഞ്ഞു, 12 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. 3 തിരിഞ്ഞ് 4 തിരിഞ്ഞ് 15 ഡിഗ്രി തിരിഞ്ഞെന്ന് വിചാരിച്ചു. 15 ഡിഗ്രി തിരിയുമ്പോൾ എത്രയായി? 15 × 4 60 മിനിറ്റ് മാറി സമയം. 12 മണി കഴിഞ്ഞ് 60 മിനിറ്റും കൂടായി, അതായത് 1 മണിയായി. ഭൂമി 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെ 15 ഡിഗ്രി തിരിഞ്ഞപ്പോൾ 1 മണിക്കൂർ നേരെ വന്ന സമയത്തിൽ നിന്ന്, സൂര്യൻ നേരെ അനുഭവപ്പെട്ട ആ സമയത്തിൽ നിന്ന് 1 മണിക്കൂർ വ്യത്യാസപ്പെട്ടു. അപ്പോൾ ഈ നേരം കൊണ്ട് ഇവിടെ വേറെ ആർക്കെങ്കിലും പാകിസ്ഥാനിലോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലോ എവിടെയെങ്കിലും ഉച്ചയ്ക്ക് 12 ആവും. വീണ്ടും നമ്മൾ തിരിഞ്ഞ് ഇവിടെ എത്തി, 90 ഡിഗ്രി വന്നു, അല്ലേ? 90 ഡിഗ്രി തിരിഞ്ഞപ്പോൾ 9 × 4 36, അല്ലേ? 360 മിനിറ്റ് മാറണം. 360 മിനിറ്റ് മാറണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓരോ ഡിഗ്രിയിലും ഓരോ 4 മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഓർക്കുക. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കിട്ടി. 2 രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റ് എന്ന് കിട്ടി. ചോദ്യം 1, ഭൂമി 1 ഡിഗ്രി തിരിയുമ്പോൾ എത്ര മിനിറ്റ് എടുക്കും? 4 മിനിറ്റ് എടുക്കും എന്ന് കിട്ടി. ഒരു ഉത്തരം തന്നെയല്ലേ? 2 രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ, 2 രേഖാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റ്. ഭൂമി 1 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയവും 4 മിനിറ്റ്. ഭൂമി 1 ഡിഗ്രി തിരിയാനെടുക്കുന്ന സമയം എത്രയാണ്? 4 മിനിറ്റ്. കിട്ടിയില്ലേ? ഇനി എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രേഖാംശമുണ്ട്, സമയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കും അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രേഖാംശമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രേഖാംശം ഉള്ളതുപോലെ നമുക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രേഖാംശമുണ്ട്. നമുക്ക് അത് എത്രയാണെന്ന് ആദ്യം നോക്കാം. ഇന്ത്യയുടെ ടൈം നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിക്കോണം. ഇവിടെ ഞാനിത് വരയ്ക്കുന്നു 0 ഡിഗ്രി. ഈ വരയ്ക്കുന്നത് 0 ഡിഗ്രിയാണേ. പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ. ക്ലിയർ? കിട്ടിയല്ലോ. ഇനി അവിടെ നിന്ന് കിഴക്കോട്ട് 82.5 ഡിഗ്രി ഈസ്റ്റാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എത്രയായിരിക്കും? 0 ഡിഗ്രി ഗ്രീൻവിച്ചിലൂടെ കടന്നു പോകുന്നത്. ലണ്ടനിലാണ് ഗ്രീൻവിച്ച് ഉള്ളത്. ക്ലിയർ? അവിടുത്തെ സമയം 10 മണിയാണെന്ന് വിചാരിക്കുക. 10 മണി. ഇവിടുത്തെ സമയം രാവിലെ 10 മണിയാണ്. എങ്കിൽ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? നമ്മൾ എത്ര ഡിഗ്രി മാറിയാവുള്ളത്? 82.5 ഡിഗ്രി കിഴക്കോട്ട് മാറിയുള്ളത്. കിഴക്കോട്ട് പോകുന്നതോറും സമയം കൂട്ടണം, പടിഞ്ഞാറോട്ട് പോകുന്നതോറും സമയം കുറയ്ക്കണം. അപ്പം നമ്മൾ 82.5 ഡിഗ്രി കിഴക്ക് മാറിയുള്ളത്. എങ്ങനെ കൂട്ടും നമ്മൾ? 0യിൽ നിന്ന് 1 ഡിഗ്രി വരുമ്പോൾ 4, 2 ഡിഗ്രി വരുമ്പോൾ 8, 3 ഡിഗ്രി വരുമ്പോൾ 12, 4 ഡിഗ്രി വരുമ്പോൾ 16, അങ്ങനെ 82.5 വരെ കൂട്ടണം. അതിന് എളുപ്പമുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടത്? 82.5 × 4 എന്ന് കൂട്ടിയാൽ പോരെ? 82.5 × 4 എന്ന് കൂട്ടിയാൽ പോരെ? എത്ര കിട്ടി? 82.5 × 4 എത്ര കിട്ടി? 82.5 × 4 എത്ര കിട്ടി? 330 എന്ന് കിട്ടും. 330 ഒന്ന് മണിക്കൂറിലേക്ക് മാറ്റിക്കേ.
300 മിനിറ്റാണ് 5 മണിക്കൂർ. എഴുതുന്നു ഞാനിവിടെ 5 മണിക്കൂർ. ഇനി മിച്ചം എത്ര ഉണ്ട് ഇതിനകത്ത്? 30 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മണിക്കൂർ 30 മിനിറ്റ് അല്ലെങ്കിൽ 5.5 മണിക്കൂർ എന്ന് കിട്ടി. ലണ്ടനിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടൈം അല്ലെങ്കിൽ ലണ്ടൻ ടൈം എത്രയാണോ അതിൽ നിന്ന് 5.5 മണിക്കൂർ മുമ്പിലോട്ട് കൂട്ടുമ്പോൾ ഇന്ത്യയുടെ സമയമായി. മനസ്സിലായോ? ഇന്ത്യയുടെ സമയമായി. അപ്പോൾ ഇന്ത്യയുടെ സമയം 10ൽ നിന്ന് 5.5 കൂട്ടണം. 11, 12, 1, 2, 3, 3:30. എത്ര കിട്ടി? 3:30 PM. ഇവിടെ PM AM ഒക്കെ മാറിപ്പോകരുത്. 3:30 AM ഓപ്ഷനിൽ കൊടുക്കും. ഇവിടെ 10 AM ആണ്. അപ്പോൾ 5.5 കൂട്ടുമ്പോൾ 11, 12. ഇനി PM ആയില്ലേ? 12 കഴിയുമ്പോൾ 1, 2, 3, 3:30. 3:30 PM കിട്ടിയില്ലേ? 5.5 മണിക്കൂർ നമ്മൾ മുമ്പോട്ട് കൂട്ടിയെടുത്തു. എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? ഓരോ ഡിഗ്രി തിരിയുമ്പോഴും എത്ര കൂട്ടണം? 4 മിനിറ്റ് കൂട്ടണം. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഗ്രീൻവിച്ച് മെറീഡിയനിലെ സമയം എന്ന് പറയുന്നത് 10 മണി. അങ്ങനെയെങ്കിൽ 30 ഡിഗ്രിയിലെ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി? 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം ഒന്ന് കണ്ടുപിടിച്ചേ. 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം ഒന്ന് കണ്ടുപിടിച്ചേ. 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം സിമ്പിൾ അല്ലേ? എന്താ ചെയ്യേണ്ടത്? 30 × 4 ചെയ്താൽ മതി. എത്ര മിനിറ്റ് എന്ന് കിട്ടും? 120 മിനിറ്റ് എന്ന് കിട്ടും. ഇതിനെ മണിക്കൂറിലേക്ക് മാറ്റേ 2 മണിക്കൂർ. അപ്പോൾ 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്രയാ? 10ൽ നിന്ന് 2 കൂട്ടണം. 12 PM. ഉച്ച കഴിഞ്ഞുള്ളത് PM എന്നല്ല നമ്മൾ പറയുന്നത്. വെളുപ്പിനെ ആണെങ്കിൽ 12 AM എന്ന് പറയും. കണ്ടോ? 12 PM. അങ്ങനെയെങ്കിൽ 30 ഡിഗ്രി വെസ്റ്റിലെ സമയം ഒന്ന് കണ്ടുപിടിച്ചേ. 30 ഡിഗ്രി വെസ്റ്റിലെ സമയം ഒന്ന് കണ്ടുപിടിച്ചേ. 30 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ 30 × 4 120 എന്ന് കിട്ടി. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ. പക്ഷേ 2 മണിക്കൂർ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. 2 മണിക്കൂർ പുറകോട്ടായതുകൊണ്ട് വെസ്റ്റിലോട്ടായതുകൊണ്ട് മൈനസ് ചെയ്യണം. 10ൽ നിന്ന് 2 മണിക്കൂർ കുറച്ച് 8 AM എന്ന് കിട്ടും. എന്ത് കിട്ടും? ഇവിടുത്തെ സമയം എത്ര? 8 AM. ഇവിടുത്തെ സമയം എത്രയാ? ഉച്ചയ്ക്ക് 12. ഇവിടെ 8 മണി രാവിലെ. ഇവിടെ ഉച്ചയ്ക്ക് 12, ഇവിടെ 8 മണി. ഗ്രീൻവിച്ചിലെ സമയം വെച്ചിട്ട് കണ്ടുപിടിച്ചതുണ്ടോ? ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. 82.5 ഡിഗ്രി വെസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. 82.5 ഡിഗ്രി വെസ്റ്റിലെ സമയം തന്നിട്ടുണ്ട് അല്ലേ? സോറി, ചോദ്യം ഇതല്ലേ. 82 ഡിഗ്രി വെസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. 82.5 ഡിഗ്രി 82 ഡിഗ്രി 30 മിനിറ്റ് എന്ന് എഴുതുന്നതാണ് 82.5 ഡിഗ്രി വെസ്റ്റ് കേട്ടോ. 82.5 എന്ന് പറയുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് ആണ് 82.5 എന്ന് പറയുന്നത്. 82 ഡിഗ്രി 30 മിനിറ്റിലെ സമയം തന്നിട്ടുണ്ട് 2 PM. എങ്കിൽ ഈസ്റ്റിലെ സമയം കണ്ടെത്തിയാൽ പോരെ? ഇതല്ലേ ചോദ്യം. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 0 ഡിഗ്രി വരയ്ക്കണം. അത് വരച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഏത് ചോദ്യം വന്നാലും ഇങ്ങനെ ചെയ്തോണം. ഇനി ആദ്യം 0 ഡിഗ്രി വരയ്ക്കുന്നു. പ്രൈം മെറിഡിയൻ. അവിടുത്തെ സമയം നമുക്ക് തന്നിട്ടില്ല. 82.5 ഡിഗ്രി വെസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. 82.5 ഡിഗ്രി വെസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? ഉച്ചയ്ക്ക് 2 PM. ചോദ്യം എന്താണ്? 82 ഡിഗ്രി 82.5 ഡിഗ്രി 30 മിനിറ്റിനെ തന്നെയാണ് 82 എന്ന് പറയുന്നത്. ഈസ്റ്റിലെ സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതും അങ്ങനെ തന്നെ എഴുതും കേട്ടോ. 82 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റിലെ സമയം 2 PM തന്നിട്ടുണ്ട്. ഈസ്റ്റിലെ സമയം കണ്ടെത്തണം. ആദ്യം എന്ത് ചെയ്യണം? 82.5ൽ നിന്ന് 0യിലേക്കുള്ള സമയം കണ്ടെത്തണം. 82.5ൽ നിന്ന് 0യിലേക്കുള്ള സമയം കണ്ടെത്തണം. അതായത് 82.5ൽ നിന്ന് 0യിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പോട്ടല്ലേ 5.5 മണിക്കൂർ കൂട്ടേണ്ടത്. കാരണം 0യിൽ നിന്ന് 82ലേക്ക് പുറകോട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് 0യിലേക്ക് കൂട്ടുമ്പോൾ എന്താ? 0യിലേക്കുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുമ്പോട്ട് കൂട്ടണം. മനസ്സിലായോ? എങ്ങനെ കിട്ടി? നമുക്ക് 5.5 മണിക്കൂർ കൂട്ടണം. 3, 4, 5, 6, 7 7:30 PM എന്ന് കിട്ടി. ഉച്ച തിരിഞ്ഞ് 7:30 PM എന്ന് കിട്ടി ഇവിടുത്തെ സമയം അല്ലേ? കണ്ടോ? 7:30യിൽ നിന്ന് 5.5 മണിക്കൂർ പുറകിലല്ലേ ഇവർ. ഇങ്ങോട്ട് വരുമ്പോൾ പുറകോട്ട് കൂട്ടിയല്ലേ നമ്മൾ പോകുന്നത്. ഓരോ ഡിഗ്രിയിൽ 1 മിനിറ്റ് വെച്ച് കുറച്ച് അങ്ങനെ 82 ആയപ്പോൾ 5.5 മണിക്കൂർ കുറച്ചതാണ് 2 കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ സമയം തന്നാൽ 0യിലെ കണ്ടുപിടിക്കാൻ മുമ്പോട്ട് കൂട്ടുകയല്ലേ ചെയ്യേണ്ടത്. ഇവിടുന്ന് കുറയ്ക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടുകയല്ലേ ചെയ്യേണ്ടത്. ഇത് കിട്ടി. ഇനി 7:30യിൽ നിന്ന് 82 ഈസ്റ്റിലെ സമയം കണ്ടെത്താനോ ഇവിടുന്ന് പിന്നെയും 5.5 മണിക്കൂർ മുമ്പോട്ട് കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 7:30യിൽ നിന്ന് 5.5 കൂട്ടിക്ക് 8:30, 9:30, 10:30, 11:30, 12:30, 1 AM. വെളുപ്പിനെ 1 മണി. 7:30യിൽ നിന്ന് 5:30 മുമ്പോട്ട് കൂട്ടണം. 8:30, 9:30, 10:30, 11:30, 12:30, 1. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് 7:30 എന്നൊരു സമയം നമുക്ക് തന്നെന്ന് വിചാരിച്ചു. 7:30 എന്നൊരു സമയമാണ് നമുക്ക് തരുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ, ഇന്ത്യയിലെ സമയം കണ്ടുപിടിക്കാൻ 5:30 മുമ്പോട്ട് കൂട്ടണം. ഗ്രീൻവിച്ചിലെ സമയം 7:30 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 82 ഡിഗ്രി വെസ്റ്റിലെ സമയം കണ്ടെത്താൻ നമ്മൾ 5:30 കുറയ്ക്കണം. അത്രയോ? മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇങ്ങോട്ടാണെങ്കിൽ 5:30 മൈനസ് ചെയ്യണം. ഇവിടുത്തെ സമയം തന്നാൽ
ഇവിടുത്തെ സമയം തന്നിട്ട് ഇന്ത്യയിലെ സമയം കൂട്ടാൻ പറഞ്ഞാൽ 5:30 എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. 5:30 എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയനിലെ ടൈം തന്നാൽ ബാക്കിയുള്ള സ്ഥലത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് 82 ഡിഗ്രി ഈസ്റ്റിലെ സമയം തരും. എന്നിട്ട് 82 ഡിഗ്രി വെസ്റ്റിലെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് മൊത്തം പുറകോട്ട് വരക്കണം. ആദ്യം ഉദാഹരണം, ഞാൻ വേറൊരു ചോദ്യം തരാം, എളുപ്പമാക്കാം. നമുക്ക് ആ ചോദ്യം നമുക്ക് നോക്കാം. തന്നേക്കുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയം, ഇന്ത്യയിലെ സമയം തന്നിട്ടുണ്ട്. 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. 82 ഡിഗ്രി 30 മിനിറ്റ്, 82 ഡിഗ്രി 30 മിനിറ്റ്, അല്ലെങ്കിൽ 82.5 ഡിഗ്രി ഈസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. എത്രയാ? രാവിലെ 10 മണി. എങ്കിൽ 82.5 ഡിഗ്രി വെസ്റ്റിലെ സമയം കണ്ടെത്തിക്കേ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗ്രീനിച്ചിലെ സമയം കണ്ടെത്തണം. 10-ൽ നിന്ന് 5:30 പുറകോട്ട് മൈനസ് ചെയ്യണം. 5:30 കുറയ്ക്കണം. എത്ര വന്നു? 10-ൽ നിന്ന് 5:30 കുറച്ചാൽ 9, 8, 7, 6, 5, 4:30. വെളുപ്പിന് 4:30 AM. അപ്പോൾ ഗ്രീൻവിച്ചിലെ സമയമായി. നോക്കി, ഇവിടുന്ന് 5:30 മുമ്പോട്ട് കൂട്ടിയാലും 10 കിട്ടുമോ നോക്കിക്കേ. 4-ൽ നിന്ന് 5:30 മുമ്പോട്ട് കൂട്ടിക്കേ. 5:30, 6:30, 7:30, 8:30, 9:30, 10 കിട്ടി. ഇനി ഇവിടുത്തെ സമയം നമുക്ക് വേണ്ടത്, വെസ്റ്റിലെ സമയം വേണ്ട. വീണ്ടും 5:30 എന്ത് ചെയ്യണം, നമ്മൾ പുറകോട്ട് കുറയ്ക്കണം. വീണ്ടും 5:30 കൂടെ പുറകോട്ട് കുറയ്ക്കണ്ടേ? 4:30-ൽ നിന്ന് കുറച്ച് 3:30, 2:30, 1:30, 12:30, 11:30, 11. അപ്പോൾ എഴുതുന്നത് എങ്ങനെയാ? 11 PM എന്ന് എഴുതണം. വെളുപ്പിനെ 4:30 AM നിന്ന് പുറകോട്ട് 5:30 കുറയ്ക്കുമ്പോൾ 11 കിട്ടുന്നേ. നോക്കിയാൽ 11-ൽ നിന്ന് 5:30 കൂട്ടുമ്പോഴാണോ 4:30 വരുന്നത് നോക്കിക്കേ. 12, 1, 2, 3, 4, 4:30. കണ്ടോ? അപ്പം നമ്മുടെ ആൻസർ കിട്ടി 11 PM. ഇങ്ങനെയും ചോദിക്കാം. ഇത് തന്നിട്ട് ഇത് ചോദിക്കാം. 0 ഡിഗ്രിയിലെ തന്നിട്ട് അപ്പുറത്തെ രണ്ടും ചോദിക്കാം. ഇനി 82 ഡിഗ്രി വെസ്റ്റിലെ തന്നിട്ട് ഈസ്റ്റിലെ ചോദിക്കാം. എങ്ങനെ വേണേലും തിരിച്ചു മറിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പം എവിടെയാണ് കൂട്ടേണ്ടത്, എവിടെയാണ് കുറയ്ക്കേണ്ടത്, AM എവിടെയാണ് എഴുതേണ്ടത്, PM എവിടെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണം? ധാരണ വേണം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര മണിക്കൂറുണ്ടെന്ന് മനസ്സിലായോ? 82 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് 82 ഡിഗ്രി വെസ്റ്റിലേക്കുള്ള വ്യത്യാസം എത്രയുണ്ട്? ആദ്യം 0-ലേക്കുള്ള വ്യത്യാസം 5:30, വീണ്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം 5:30. 5:30 എത്ര കിട്ടി? 11 മണിക്കൂറാണ്. ആക്ച്വലി 82 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് 82 ഡിഗ്രി വെസ്റ്റിലേക്കുള്ള വ്യത്യാസം എത്രയാണ്? 11 മണിക്കൂറാണ്. ഇത് വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? ഭൂമിയിൽ 82 ഡിഗ്രി വെസ്റ്റ് രേഖാംശവും 82 ഡിഗ്രി ഈസ്റ്റ് രേഖാംശവും കടന്നു പോകുന്ന പ്രദേശങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എത്രയാണ്? ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഇപ്പം കൂടെ പറഞ്ഞതേ ഉള്ളൂ. 82 ഡിഗ്രി വെസ്റ്റിൽ നിന്ന് 0 വരെ 5:30 മണിക്കൂർ, 82 ഡിഗ്രി ഈസ്റ്റിൽ നിന്ന് 0 വരെ 5:30 മണിക്കൂർ. അപ്പോൾ ആ രണ്ടും കൂടെ കൂട്ടണ്ടേ? വ്യത്യാസം എന്ന് പറയുമ്പോൾ 5:30 5:30 ആയില്ലേ? യെസ്, 11 മണിക്കൂർ. വ്യത്യാസം എത്ര കിട്ടി? 11 മണിക്കൂർ. ഇതാണ് ഈ ഒരു ടൈം കാൽക്കുലേഷൻ ഒരു പ്രോബ്ലത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇതാണ്. ക്ലിയർ അല്ലേ? ഇത് വെച്ചുകൊണ്ട് ഭൂമിയിൽ ഏത് പ്രദേശത്തിൻ്റെ സമയം തന്നാലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ലേ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. കുറേ ചെയ്യിപ്പിച്ചു, ഇപ്പോൾ കുറേ ചെയ്യിപ്പിച്ചായിരുന്നു. വീണ്ടും ഒന്നുകൂടെ, അവസാനമായിട്ട് ഒന്നുകൂടെ. ചോദ്യം ഇതാണ്. 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം 3 PM ആണ്. ഓക്കെ, 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം 3 PM ആണ്. എങ്കിൽ 15 ഡിഗ്രി വെസ്റ്റിലെ സമയം കണ്ടെത്തണം. അപ്പോൾ ആദ്യം 0 ഡിഗ്രി വരയ്ക്കണം. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഫിഗർ 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രി നമുക്ക് വരയ്ക്കാം. 30 ഡിഗ്രി വരയ്ക്കുമ്പോൾ എപ്പോഴും കിഴക്കോട്ട് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, 30 ഡിഗ്രി ഈസ്റ്റിലെ സമയം നമ്മൾ വരയ്ക്കുന്നു. 30 ഡിഗ്രി ഈസ്റ്റ് രേഖാംശം വരയ്ക്കുന്നു. അവിടുത്തെ സമയം നമ്മൾ എഴുതുന്നു 3 PM. നമുക്ക് വേണ്ടത് എന്താ? 15 ഡിഗ്രി വെസ്റ്റിലെ സമയം വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 15 ഡിഗ്രി വരയ്ക്കണം. 15 ഡിഗ്രി ഇവിടുത്തെ സമയം നമുക്ക് അറിയത്തില്ല. 15 ഡിഗ്രി വെസ്റ്റ് ഇവിടുത്തെ സമയം നമുക്ക് അറിയത്തില്ല. എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് 0-ലേക്കുള്ള സമയം കണ്ടെത്താം. 3-ൽ നിന്ന് 0-ലേക്കുള്ള സമയം കണ്ടെത്താം അല്ലേ? 30 ഡിഗ്രിയിൽ നിന്ന് 0-ലേക്കുള്ള സമയം കണ്ടെത്തേണ്ടത് എങ്ങനെയാ? അവർ നമ്മളെ വ്യത്യാസം എത്രയാ? 30 × 4 അല്ലേ? 30 × 4 120 മിനിറ്റ്, 2 മണിക്കൂർ. അപ്പോൾ 3-ൽ നിന്ന് പുറകോട്ട് 2 മണിക്കൂർ എടുക്കണം അല്ലേ? 3 PM നിന്ന് പുറകോട്ട് 2 മണിക്കൂർ എടുക്കണം. അപ്പോൾ എത്ര കിട്ടി? 1 PM, ഉച്ച കഴിഞ്ഞ് 1 മണി. ഇനി വീണ്ടും നമുക്ക് 15 ഡിഗ്രി വെസ്റ്റിലെ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? 15 × 4 60, അതായത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വ്യത്യാസമുണ്ട് 15-ഉം 0-യും തമ്മിൽ. അപ്പോൾ 1 PM നിന്ന്
1 മണിക്കൂർ പുറകോട്ട് കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടി? ഉച്ച കഴിഞ്ഞ് 12 മണി, അതായത് 12 PM. ഉച്ച കഴിഞ്ഞ് 12 മണി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 PM എന്ന് എഴുതാം. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പാതിരാത്രി, വെളുപ്പിനെ അർദ്ധരാത്രി 12 മണിയാണെങ്കിൽ നമ്മൾ 12 AM എന്ന് എഴുതും. ഉച്ച കഴിഞ്ഞ് 12 മണിയാണെങ്കിൽ നമ്മൾ 12 PM എന്ന് എഴുതും. അപ്പം 30 ഡിഗ്രി ഈസ്റ്റിൽ 3 മണിയാണെങ്കിൽ 0 ഡിഗ്രിയിൽ 1 മണി, ഉച്ച കഴിഞ്ഞ് 1 മണി. 15 ഡിഗ്രി വെസ്റ്റിൽ അർദ്ധരാത്രി, ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഉച്ച 12 മണി കേട്ടോ, ഉച്ചയ്ക്ക് 12 മണി, 12 PM നമ്മൾ എഴുതും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? 2 പ്രോബ്ലംസിൻ്റെ ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ടൈം കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി. 0 ഡിഗ്രിയിൽ നിന്ന് കിഴക്കോട്ടുള്ളതെല്ലാം എപ്പോഴും നമ്മൾ കൂട്ടണം, 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറോട്ടുള്ളതെല്ലാം എപ്പോഴും നമ്മൾ കുറയ്ക്കണം. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഇത് ഇവിടുന്ന് പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യം, ഗ്രീനിച്ച് മെറീഡിയൻ, അതായത് 0 ഡിഗ്രി രേഖാംശത്തിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത് 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും എത്ര സമയമായിരിക്കും? 1 ഡിഗ്രി കിഴക്ക് 10:04 ആയിരിക്കും സമയം, അല്ലേ? 1 ഡിഗ്രി കിഴക്കേ സമയം എന്ന് പറയുന്നത് 4 മിനിറ്റ് മുമ്പോട്ട് കൂട്ടണം. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 10:04. 1 ഡിഗ്രി പടിഞ്ഞാറോ 9:56, 4 മിനിറ്റ് കുറയ്ക്കണം. ഇനി ഗ്രീനിച്ച് മെറീഡിയനിൽ രാത്രി 9 മണി ആയിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക് സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച് മെറീഡിയനിൽ 9 ആണ്. 30 ഡിഗ്രി കിഴക്ക് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 30 കൂടെ 4 നോക്കണം, 120, 2 മണിക്കൂർ മുമ്പോട്ട് കൂട്ടണം, അല്ലേ? അപ്പോൾ എത്രയായി? 9ൽ നിന്ന് 2 കൂടെ കൂട്ടുമ്പോൾ 11 PM ഉണ്ടോ? രാത്രി 11 PM കണ്ടോ? മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഇനി 1 മണിക്കൂർ പ്രാദേശിക സമയത്തിന് വ്യത്യാസം വരുന്നത് രേഖാംശം എത്ര ഡിഗ്രി മാറുമ്പോഴാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റ് വ്യത്യാസം വരുന്നത് എത്ര ഡിഗ്രി മാറുമ്പോഴാണ്? 15 ഡിഗ്രിയല്ലേ ഉത്തരം. കാരണം 15 ഗുണം 4 നോക്കുമ്പോഴല്ലേ 1 മണിക്കൂർ 60 എന്ന് കിട്ടുന്നത്. അപ്പം 1 മണിക്കൂർ പ്രാദേശിക സമയത്തിന് വ്യത്യാസം വരുന്നത് രേഖാംശ രേഖ എത്ര മാറുമ്പോഴാണ്? 15 ഡിഗ്രി മാറുമ്പോഴാണ്. കണ്ടുപിടിച്ചോ നോക്കിക്ക്. 1 ഡിഗ്രി മാറുമ്പോൾ 4, 2 ഡിഗ്രി മാറുമ്പോൾ 8, 3 12, 4 16, 5 20, 6 24, 7 28, അങ്ങനെ 8 9 10 15 ആകുമ്പോൾ 15 ഗുണം 4 60 കണ്ടോ? 15 ഡിഗ്രി മാറുമ്പോഴാണ് ഗ്രീനിച്ചിൽ നിന്ന് 15 ഡിഗ്രി മുമ്പോട്ട് മാറുമ്പോൾ ഓരോ ഡിഗ്രിയിലും ഓരോ 4 മിനിറ്റ് വെച്ച് മുമ്പോട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലേ? കിഴക്കോട്ട് പോകുന്നവർ 4 മിനിറ്റ് വെച്ച് കേട്ടോ. ഓരോ ഡിഗ്രിയിൽ നിന്നും 4 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ 15 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് എത്രയാവും? 15 ഡിഗ്രി എത്തുമ്പോൾ എത്രയാവും? 1 മണിക്കൂർ വ്യത്യാസപ്പെടും. 15 ഡിഗ്രി എത്തുമ്പോൾ എത്ര വ്യത്യാസപ്പെടും? 1 മണിക്കൂർ വ്യത്യാസപ്പെടും. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഗ്രീനിച്ച് മെറീഡിയനിൽ നിന്ന്, ഇതാണ് ഗ്രീനിച്ച് മെറീഡിയൻ 0 ഡിഗ്രി, അതിൻ്റെ ബാക്ക് സൈഡിൽ വരയ്ക്കുന്ന അർദ്ധവൃത്തമാണ്. ഇതൊരു അർദ്ധവൃത്തമാണ് കേട്ടോ, ഹാഫ്, മൊത്തം ഫുൾ സർക്കിൾ ആയില്ല. എവിടുന്നാണ്? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ വരെയുള്ള ഒരു ഹാഫ് സർക്കിൾ. അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നതാണ് 180 ഡിഗ്രി. അതായത് എൻ്റെ മൂക്ക് 0 ഡിഗ്രി ഗ്രീനിച്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വരയ്ക്കുന്ന വൃത്തം, ഈ വൃത്തം കംപ്ലീറ്റ് ആകണമെങ്കിൽ ബാക്കിൽ ഒരു വൃത്തം വരയ്ക്കേണ്ടത്, ആ വൃത്തമാണ് 180 ഡിഗ്രി. അതിനെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഈ മൂക്ക് ഭാഗത്തൂടെ കടന്നു പോകുന്നത് 0 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ബാക്കിലൂടെ കടന്നു വരുന്ന രേഖാംശം എന്ന് പറഞ്ഞാൽ എത്ര? 180 ഡിഗ്രി. അതിനെ നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് വിളിക്കും. ഈ 0യിൽ നിന്ന് ഒരാൾ ഈ വശത്തൂടെ 180 വന്നാലും 0യിൽ നിന്ന് ഒരാൾ ഈ വശത്തൂടെ 180 വന്നാലും 12 മണിക്കൂർ സമയമെടുക്കും. ഇവിടെ നിന്ന് നടന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് 180 വരാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ 180 നിൽക്കുന്ന ആളും തമ്മിൽ, ഇവിടെ നിൽക്കുന്ന ആളും 180 നിൽക്കുന്ന ആളും തമ്മിൽ 12 മണിക്കൂർ വ്യത്യാസം. ഇവിടെ നിൽക്കുന്ന ആളും ഈ സൈഡിൽ കൂടെ 180 നിൽക്കുന്ന ആളും തമ്മിൽ 12 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ആ പറഞ്ഞിരിക്കുന്ന വസ്തുത നമുക്ക് എങ്ങനെ പറയാം? ഞാൻ കാണിച്ചു തരാം. അതായത് 0 ഡിഗ്രി ഞാൻ വരച്ചു. 0 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രിയിൽ ഒരാളെത്തി. അതുപോലെ 0 ഡിഗ്രിയിൽ നിന്ന് പുറകോട്ട് 180 ഡിഗ്രിയിൽ ഒരാളെത്തി, അല്ലെങ്കിൽ ഒരാൾ നിൽക്കുന്നു. 0യിൽ നിന്ന് ഈ വശത്തൂടെ ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇയാളെ നമുക്ക് എ എന്നും ഇയാളെ ബി എന്നും ഇയാളെ സി എന്നും വിളിക്കാം. എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 180 ഡിഗ്രി വരെ 12 മണിക്കൂറാണ്, 12 അവർ. എയും സിയും തമ്മിലുള്ള വ്യത്യാസവും എത്രയാണ്? 12 അവറാണ്. എങ്കിൽ സിയും ബിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 12 + 12, 24 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതായത് ഭൂമിയിലെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ
അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇത് അമേരിക്കയിലെ അലാസ്ക എന്ന് പറയുന്ന ഒരു സിറ്റി, ഇത് റഷ്യയുടെ ഏറ്റവും കിഴക്ക് വരുന്ന ഒരു സിറ്റി. അവിടെ രണ്ടുപേര് നിൽക്കുന്നു അപ്പുറം ഇപ്പുറയും. അവർ തമ്മിൽ ഒരു കൈ അകലത്തിൽ വ്യത്യാസമുള്ളൂ. ഈ വരയ്ക്ക് അപ്പുറം ഇപ്പുറം അവർ നിൽക്കുന്നത് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കടലിൽ ഇതിൻ്റെ ഇവിടെ ഈ 180 ഡിഗ്രിയാണ് ഈ കടന്നു പോകുന്നത്. ഇങ്ങനെ അത് വളഞ്ഞാണ് പോകുന്നത്. അതിലുണ്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഈ കടലിൻ്റെ ഈ ഭാഗത്ത്, കടലിൽ ഇവിടെ ഒരാൾ നിൽക്കുന്നു. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആൾ കൈ അകലം വ്യത്യാസമുള്ളെന്ന് വിചാരിച്ചു. ഇവർ തമ്മിൽ 24 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 24 മണിക്കൂർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ദിവസത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ചെറിയൊരു ഉദാഹരണം പറയാം. 2026 അല്ലെങ്കിൽ 25 നേരം ഉദിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ കിഴക്ക് നിൽക്കുന്ന ആള്, നമ്മുടെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ കിഴക്ക് നിൽക്കുന്ന ആളെ പറ്റി പറയാം. അയാൾ രാവിലെ ഉണർന്നേ, 6 മണിക്കാണ് ഉണർന്നത്. 6 മണിക്ക് ഉണർന്നു. അയാളുടെ കലണ്ടറിൽ നോക്കി, വാച്ചിലൊക്കെ ഇപ്പോൾ കലണ്ടർ ഉണ്ടല്ലോ, കലണ്ടർ നോക്കിയപ്പോഴത്തേക്ക് ഡിസംബർ 31 കണ്ടു. പക്ഷെ അയാളുടെ തൊട്ടിപ്പുറം മറ്റൊരു ദ്വീപിൽ ജീവിക്കുന്ന ഒരാൾ, അയാളുടെ കൂട്ടുകാരൻ, അയാൾ രാവിലെ പടക്കം പൊട്ടിക്കുന്നു, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നു. അയാൾക്കും രാവിലെ 6 മണി തന്നെ ആയിട്ടുള്ളൂ. കാരണം സൂര്യപ്രകാശം നേരെ ഇവിടെ അടിക്കുന്നത്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ നേരെ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ നേരെ മുകളിൽ അടിക്കുന്നത്. അയാളും ഇവർ രണ്ടുപേരും ഒരേപോലെ എഴുന്നേറ്റ് വന്നത്. ഇവരെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ചെറിയ രേഖ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 2 ദ്വീപിൽ അപ്പുറം ഇപ്പുറം ജീവിക്കുന്നു. നോക്കിയപ്പോൾ ഇവർ പടക്കമൊക്കെ പൊട്ടിക്കുന്നു, പറയുന്നു ജനുവരി 1 പറയുന്നു. അയാൾ നോക്കിയപ്പോൾ, നമ്മുടെ എ എന്ന് പറയുന്ന ആൾ നോക്കിയപ്പോൾ അയാളുടെ വാച്ചിൽ ഡിസംബർ 31 ആയിട്ടുള്ളൂ. ബി എന്ന് പറയുന്ന അയാളുടെ കൂട്ടുകാരൻ്റെ വാച്ചിൽ ജനുവരി 1 ഇതിൽ ചോദിക്കുന്നത് എന്തടേ നേരം വെളുത്ത് ഒരു ദിവസം കൂടെ ആവണ്ടേ, ഒരു ദിവസം കഴിയണ്ടേ? അപ്പോൾ അവർ പറയുന്നത് അല്ല, ഞങ്ങൾക്ക് ജനുവരി 1 എന്ന് പറയുന്നു. ഇതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ പ്രത്യേകത. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ തമ്മിൽ എന്താണ് ഒരു ദിവസത്തെ വ്യത്യാസം. അപ്പോൾ ഇയാൾ പറയുക, അന്ന് എ എന്ന് പറയുന്ന ആൾ പറയുക, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. അയാൾ ഒരു ബോട്ട് എടുത്ത് ഇയാളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വന്നു, ബിയുടെ വീട്ടിലേക്ക് വന്നു. നോക്കിയപ്പോൾ ഡിസംബർ 31 നിന്ന ആളിപ്പോൾ എവിടെ എത്തി? ജനുവരി 1 ഡിസംബർ 31 അയാളുടെ ലൈഫിൽ നിന്ന് പോയി. അയാൾ ഇനി ജീവിക്കാൻ പോകുന്നത് ഇവിടെയാണെന്ന് വിചാരിച്ചു. ഡിസംബർ 31 അയാളുടെ ലൈഫിൽ നിന്ന് പോയി. അയാൾ ഒരു ദിവസം കൂട്ടി വേണം കലണ്ടറിൽ കണക്കാക്കാൻ ഇയാളുടെ ജീവിതം. അപ്പോൾ ഇവർ ബി പറയുന്നു, അന്നേ ഒരു കാര്യം, നമുക്ക് 2 പേർക്കൂടെ അപ്പുറം പോവാം. ബി പറയുന്നു, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ, എങ്കിൽ നമുക്ക് 2 പേർക്കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബി എയുടെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. ബി ഇവിടെ എത്തി. നോക്കിയപ്പോൾ ബി ജനുവരി 1 നിന്ന ആളല്ലേ, വീണ്ടും അയാളുടെ ഡേറ്റ് ഡിസംബർ 31 മാറി. അയാളുടെ ഡേറ്റ് ഡിസംബർ 31 മാറി. നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഇന്റർനാഷണൽ ടൈം സോണിൻ്റെ മിസ്റ്ററിയെ പറ്റി എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 2 പാരഗ്രാഫിലും ചെറിയൊരു വിഷയമുണ്ട്. നമുക്ക് അത് ഈ 2ാമത്തെ പാരഗ്രാഫ് എടുക്കാം, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെ കണക്കാക്കുന്നു. പറഞ്ഞല്ലോ, വളഞ്ഞു പുളഞ്ഞത് കടന്നു പോകുന്നത്. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും, ഇവിടെ കുഴപ്പമില്ല, കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ എഴുതിയേക്കുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്താം. നോക്കിക്കോണം. ഈ രേഖ മുറിച്ച്, അന്താരാഷ്ട്ര രേഖ മുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? അന്താരാഷ്ട്ര രേഖ മുറിച്ച് അപ്പുറത്തുനിന്ന് വായിക്കണം. അന്താരാഷ്ട്ര രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ, അന്താരാഷ്ട്ര രേഖ ഇതാണല്ലോ, അത് മുറിച്ച് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ ഏതാ? ഈ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന 2 പേര് നിൽക്കുന്നു. എ എന്ന് പറയുന്ന ആളിത്, ബി എന്ന് പറയുന്ന ആള് സഞ്ചാരി. അപ്പം അന്താരാഷ്ട്ര രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വരിക എന്നർത്ഥം? ഇങ്ങോട്ട് വരിക എന്നല്ല അർത്ഥം. കിഴക്കോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക, ഇത് അല്ലേ, ഇങ്ങോട്ട് വരുന്നു. അന്താരാഷ്ട്ര രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് ഒരു സഞ്ചാരി വരുന്നു. അതായത് ഡിസംബർ 31 നിന്ന് ജനുവരി 1 വരുന്നു. ജനുവരി 1 വന്നു. ഡിസംബർ 31 നിന്ന് ജനുവരി 1 വന്നു, പടിഞ്ഞാറോട്ട് വന്നു അല്ലേ. പടിഞ്ഞാറോട്ട് വരുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയാണോ കണക്കാക്കുന്നവർ? ആണ്. ഡിസംബർ 31 നിന്ന് ജനുവരി 1 വരിക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൂട്ടി കണക്കാക്കണം. ഇനി ഡേറ്റ് ഒരു ദിവസം കൂട്ടി കണക്കാക്കണം. ക്ലിയർ? ഇനി പറയുന്നു, കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും കണക്കാക്കണം. ഇവിടെ നിന്ന് കിഴക്കോട്ട് പോകുന്ന ഒരാൾ ബി എയുടെ ഭാഗത്തേക്ക് പോകുന്നത് ജനുവരി 1 നിന്ന് ഡിസംബർ 31 എത്തി അല്ലേ. ജനുവരി 1 നിന്ന് ഡിസംബർ 31 എത്തി. അപ്പോൾ അവരെന്താ കൂട്ടുവാണോ ചെയ്യേണ്ടത്? 2 ആണോ? ജനുവരി 2 എന്നാണോ പറയേണ്ടത്? അല്ല, ഒരു ദിവസം കുറച്ച് സമയം കണക്കാക്കണം. ഒരു ദിവസം കുറച്ച് വേണം അവരുടെ സമയം കണക്കാക്കാൻ അല്ലേ. ഒരു ദിവസം കുറച്ച് വേണം സമയം കണക്കാക്കാൻ. എങ്ങനെയാണ് ഇത് നോക്കിയേ, 1 നിന്ന് 31 എത്തി. അല്ലാതെ ഇവരിത് ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ 2 എന്നല്ല പറയണ്ടേ, ജനുവരി 2 എന്നല്ല പറയണ്ടേ, ഞങ്ങൾ വീണ്ടും ജനുവരി 1 നിന്ന് ഡിസംബർ 31 വന്നെന്ന് പറയണ്ടേ. ഒരു ദിവസം കുറച്ചാണ് കണക്കാക്കേണ്ടത്. ഇതാണ് ആ അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിക്കോണം, നമ്മുടെ ഇന്ത്യയൊക്കെ ഇവിടെ ഉണ്ടല്ലോ.
കിഴക്കോട്ടാണ് പോകുന്നത്. അന്താരാഷ്ട്ര ദിനാങ്കര ഇവിടെ എന്തുണ്ട്, ഗ്രീൻവിച്ച് മെറിഡിയൻ ഇവിടെയുണ്ട് 0 ഡിഗ്രി. ഇതാണ് ഗ്രീൻവിച്ച് മെറിഡിയൻ 0 ഡിഗ്രി. ഇവിടെ നിന്ന് പോയി മുമ്പോട്ട് പോയി 4 മിനിറ്റ് വെച്ച് കൂട്ടി ഇവിടെ എത്തുമ്പോൾ 12 മണിക്കൂർ മുമ്പിലോട്ട് കൂട്ടുക ചെയ്യുന്നത് അല്ലേ. എന്നാൽ ഇവിടെ നിന്ന് പുറകോട്ട് 4 മിനിറ്റ് വെച്ച് കുറച്ച് ഇവിടെ എത്തുമ്പോൾ 12 മണിക്കൂർ കുറഞ്ഞു. അതായത് സൂര്യൻ ആദ്യം ഉദിക്കുന്ന ഒരു ദിവസം ആദ്യം തുടങ്ങുന്നത് ഇവിടെയാണ്. ജപ്പാനിലും റഷ്യയിലും ന്യൂസിലൻഡിലും ഒക്കെയാണ് ആദ്യം ന്യൂ ഇയർ വരുന്നത്, കേട്ടിട്ടില്ലേ? ഒരു ദിവസം ആദ്യം തുടങ്ങുന്നത് ഇവിടുന്നാണ്. ഇവര് ഒരു ദിവസത്തിലെ ഏറ്റവും പുറകിലായിരിക്കും. അമേരിക്കയുടെ ഈ അലാസ്കയിലൊക്കെ ഉള്ളവർ ഒരു ദിവസത്തിലെ ഏറ്റവും പുറകിലായിരിക്കും. അത് മനസ്സിലാക്കിക്കോണം. ഇവരാണ് മുമ്പിലുള്ളത്. ഇന്ത്യയിൽ നിന്ന് മുമ്പോട്ട് വന്ന് ജപ്പാനൊക്കെ തന്നെ ഇവിടെ, അതുപോലെ തന്നെ ഈ റഷ്യയുടെ ഈ ഭാഗം, ന്യൂസിലൻഡിൻ്റെ ഈ ഭാഗം, ഇവരൊക്കെയാണ് ഒരു ദിവസത്തെ ഏറ്റവും മുമ്പിൽ പോകുന്നവർ. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കുറഞ്ഞ് 0 ഡിഗ്രി എത്തുമ്പോൾ കുറഞ്ഞ് വീണ്ടും 24 മണിക്കൂർ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് 24 മണിക്കൂർ കുറയും. ക്ലിയർ? അതൊരു ഐഡിയ പിടികിട്ടിയല്ലോ. ഇനി ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് നോക്കിക്കേ. ഈ രേഖ മുറിച്ച്, നമ്മൾ ഈ താഴെ പറഞ്ഞാൽ ഇവർ വേറെ രീതി പറയുവാണേ. ഈ രേഖ മുറിച്ച് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക്, കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും. ഇതെന്താ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്? ഈ താഴെ പറഞ്ഞിരിക്കുന്നത് നേരെ വിപരീതമായി പറഞ്ഞേക്കുന്നത്. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുന്നു. എന്താ ഈ പറഞ്ഞേക്കുന്നത്? അപ്പൊ ഏതാണ് രേഖ എന്ന് കണ്ടല്ലോ. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തി, കിഴക്കോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ, കിഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഭൂമിയുടെ കിഴക്ക് ഭാഗമാണ്. ഏതാ? ജപ്പാനും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ ഭൂമിയുടെ കിഴക്ക് ഭാഗമാണ്. ആ കിഴക്ക് ഭാഗത്തേക്ക് നമ്മുടെ കൊടുക്കണമായിരുന്നു, കിഴക്കൻ രാജ്യങ്ങളെന്ന് കൊടുക്കണമായിരുന്നു. മനസ്സിലായോ? ഈ രേഖ മുറിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരാള്, അതായത് ഡിസംബർ 31 നിന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്നു, ജനുവരി 1 അവരെത്തിയെന്നല്ല ഇതിനർത്ഥം. ഈ രേഖ മുറിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക്, ഈ രേഖ മുറിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക്, കിഴക്കോട്ടെന്നല്ല കിഴക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുന്നു. ശരിയാണോ? 31 നിന്ന് ജനുവരി 1 എത്തി. അതായത് അയാളുടെ 31 നഷ്ടപ്പെട്ടു, ഒരു കലണ്ടർ ദിനം നഷ്ടപ്പെട്ടു. അതാ എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായോ? കലണ്ടർ ദിനം നഷ്ടപ്പെട്ടു. ഇനി ഈ രേഖ മുറിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിക്ക്, പടിഞ്ഞാറൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഏതാ? ഈ അലാസ്കയും ഈ രാജ്യങ്ങളൊക്കെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ. അതായത് ജപ്പാനൊക്കെ കിഴക്കൻ രാജ്യങ്ങളാണ്, ഉദയസൂര്യന്റെ നാടെന്നൊക്കെ പറയാറില്ലേ. ഇവിടെ നിന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരാൾ, അയാൾ ജനുവരി 1 നിന്ന് ഡിസംബർ 31 എത്തി അല്ലേ. ജനുവരി 1 നിന്ന് ഡിസംബർ 31 പോകുന്നത്, പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരാൾ അല്ലേ. അയാൾക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും. ശരിയാണോ? അയാൾക്ക് ഒരു ദിവസം അധികം ലഭിച്ചോ? ജനുവരി 1 നിന്ന് അയാൾ വീണ്ടും ഡിസംബർ 31 വന്നു. ഇനി അയാൾക്ക് ഒരു ദിവസം കൂടെ വീണ്ടും ഡിസംബർ 31 കിട്ടും. മനസ്സിലായോ? ജനുവരി 1 ആവാനായിട്ട് ഇനി ഒരു ദിവസം കൂടെ എടുക്കും അയാൾ. അപ്പോൾ അയാൾക്ക് ഒരു ദിവസം അധികം കിട്ടുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് അവർ എഴുതിയപ്പോഴത്തേക്ക് കിഴക്കൻ രാജ്യങ്ങൾ എന്ന് കൊടുക്കാൻ വിട്ടുപോയി. പക്ഷെ താഴെ അവർ കറക്റ്റായിട്ട് ദിശയാണ് കൊടുത്തേക്കുന്നത്. താഴെ നമ്മൾ യാത്ര ചെയ്യുന്ന ദിശയും മുകളിൽ യാത്ര ചെയ്യുന്ന രാജ്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. താഴത്തെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ, ഇവിടെ നമ്മൾ രാജ്യത്തെ പറ്റി ചിന്തിക്കേണ്ട, പടിഞ്ഞാറൻ കിഴക്കൻ രാജ്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട. അപ്പുറം ഇപ്പുറം രണ്ടുപേരും നിൽക്കുന്നു, എയും ബിയും നിൽക്കുന്നു. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അതെങ്ങനെ നമ്മൾ കണക്കാക്കേണ്ടത്? ഈസ്റ്റ് വെസ്റ്റ് അല്ലേ. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്നത് ഇങ്ങോട്ട് വരികയെന്ന്, കിഴക്കോട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, അത്രേ ഉള്ളൂ. ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഡിസംബർ 31 നിന്ന് ജനുവരി 1 എത്തി. അയാൾ ഒരു ദിവസം കൂട്ടി കണക്കാക്കണം. പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരി ഒരു ദിവസം കൂട്ടി കണക്കാക്കണം. കിഴക്കോട്ട് പോകുന്ന സഞ്ചാരി നോക്കിയേ, കിഴക്കോട്ട് പോകുന്ന സഞ്ചാരി അതായത് ബി എയിലേക്ക് പോകുന്നു. ജനുവരി 1 നിന്ന് ഡിസംബർ 31 പോകണം. കിഴക്കോട്ട് പോകുന്ന സഞ്ചാരി ഒരു ദിവസം കുറച്ച് വേണം ഇയാളുടെ ഡേറ്റ് പറയാൻ. ആരെങ്കിലും വിളിച്ച് ചോദിക്കും നിങ്ങൾ ഏത് ഡേറ്റിലാണ് നിൽക്കുന്നത് ചോദിച്ചാൽ ഡിസംബർ 31 പറയണം കേട്ടോ. ഒരു ദിവസം കുറച്ച് വേണം അവരുടെ സമയം, ഡേറ്റ് പറയാനായിട്ട്. ക്ലിയർ? അപ്പോൾ ഇത് ടെക്സ്റ്റിനകത്ത് വന്നേക്കുന്ന ഒരു കൺഫ്യൂഷനാണ്. ഇവിടെ കിഴക്കൻ രാജ്യങ്ങൾ നിങ്ങൾ മാറ്റണം. പടിഞ്ഞാറൻ രാജ്യങ്ങൾ കിഴക്കൻ രാജ്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ സംഭവം എളുപ്പമായി. മനസ്സിലായോ? പുസ്തകത്തിനകത്ത് 2 പാരഗ്രാഫ് എന്തിനാണ് 2ആയിട്ട് പറഞ്ഞേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഇവിടത്തെ കിഴക്കോട്ട് പോകുന്ന ആള് കുറച്ച് കണക്കാക്കെന്ന് പറയുമ്പോൾ ഇവിടെ കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന ആള് കലണ്ടർ ദിനം ഉണ്ടോ നഷ്ടമാകുന്നു എന്നല്ലേ പറയുന്നത്. അതിൻ്റെ റീസൺ കിഴക്കൻ രാജ്യങ്ങളെന്ന് മാറ്റിയിട്ട് ഞാൻ ഈ പറഞ്ഞതൊന്ന് നോക്കിക്കേ, ഒന്നുകൂടെ നിങ്ങൾ റിവൈൻഡ് അടിച്ച് നോക്കിക്കേ. കിഴക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര രേഖയുടെ പടിഞ്ഞാറുള്ള രാജ്യങ്ങൾ. റഷ്യ, ജപ്പാൻ, കൊറിയ, ന്യൂസിലൻഡ്, ഇവരൊക്കെയാണ് കിഴക്കൻ രാജ്യങ്ങൾ. അലാസ്ക, ഇവിടെയുള്ള അലൂഷ്യൻ ദ്വീപുകൾ, അലാസ്ക തുടങ്ങി ഇവിടെ ഉള്ളവരെല്ലാം എന്താണ്? ഈ ഭാഗത്തുള്ള ദ്വീപുകൾ, ഇവരെല്ലാം എന്താണ്? പടിഞ്ഞാറൻ രാജ്യങ്ങളാണ്. ഭൂമിയിലെ ഇവരെല്ലാം എന്താണ്? പടിഞ്ഞാറൻ രാജ്യങ്ങൾ. ഇവരെല്ലാം
പടിഞ്ഞാറൻ രാജ്യങ്ങൾ, ഇവരെല്ലാം കിഴക്കൻ രാജ്യങ്ങൾ. ഇനി കിഴക്കോട്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കിഴക്കോട്ട് യാത്ര ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കണം. കിഴക്കോട്ട് യാത്ര ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് കാണിക്കണം. ഒരു വ്യക്തി അന്താരാഷ്ട്ര രേഖ മുറിച്ച് കിടന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കണം. ഒരു വ്യക്തി അന്താരാഷ്ട്ര രേഖ മറികടന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കണം. എന്നാൽ ഒരു വ്യക്തി അന്താരാഷ്ട്ര രേഖ മറികടന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കേണ്ടത്, കിഴക്കൻ രാജ്യങ്ങളിലേക്ക്. ഒരു വ്യക്തി അന്താരാഷ്ട്ര രേഖ മറികടന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു പറഞ്ഞാൽ ഇങ്ങോട്ടാണ് കാണിക്കേണ്ടത്. മനസ്സിലായോ? അതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പുസ്തകത്തിനകത്ത് തന്നെ ഒരു ചെറിയ കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്, കേട്ടോ. അപ്പം ഞാൻ ഇന്ത്യയുടെ സമയം കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. ലോകത്തെ ഏതൊരു സമയം തന്നാലും കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. 0 ഡിഗ്രിയിൽ നിന്ന് 180 ഡിഗ്രിയിലേക്ക്, അതായത് ഇത് 0 ഡിഗ്രി, ഇവിടെ നിന്ന് ഒരാൾ പുറകോട്ട് 180 ഡിഗ്രിയിലേക്ക് എത്തി നിൽക്കുന്നു. 0 ഡിഗ്രിയിൽ ഒരാൾ നിൽക്കുന്നു, 180 ഡിഗ്രിയിൽ എത്തി നിൽക്കുന്നു. ഇവർ തമ്മിൽ 12 മണിക്കൂർ വ്യത്യാസമുണ്ട്. എങ്ങനെ കണ്ടെത്തിയത്? 180 × 4 കണക്കാക്കി മിനിറ്റ്സിൽ കിട്ടി. അപ്പോൾ 12 മണിക്കൂർ എന്ന് കിട്ടി. 0 ഡിഗ്രിയിൽ നിന്ന് ഒരാൾ 180 ഡിഗ്രി ഈസ്റ്റും വെസ്റ്റും പറയാറില്ല. ശരിക്കും ഇതിങ്ങനെ ഈസ്റ്റും വെസ്റ്റ് ഒന്നും പറയാറില്ല. കാരണം 0 ഡിഗ്രി ഈസ്റ്റും വെസ്റ്റ് പറയാറുണ്ടോ? ഇല്ല. 0 ഡിഗ്രിയുടെ നേരെ ബാക്ക് സൈഡില്ല 180. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും അവിടെ പറയാറില്ല. ഇവിടുന്ന് 180 ഡിഗ്രിയിൽ ഇങ്ങനെ കൂട്ടാം. ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് 180, ഈ സൈഡിൽ നിന്ന് 180, അങ്ങനെ കൂട്ടാം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ 12 മണിക്കൂർ. അതുകൊണ്ടാണ് 180 ഡിഗ്രിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ തമ്മിൽ 12 + 12 കണ്ടോ. 180 ഡിഗ്രിയുടെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളുകൾ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്, കേട്ടോ. ഇവർ തമ്മിൽ 24 മണിക്കൂർ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതും കൂട്ടിയാൽ പോരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഇവിടെ ഒരാൾ നിൽക്കുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂറല്ലേ. 12 + 12 24 മണിക്കൂറല്ലേ. അങ്ങനെ കൂട്ടി വേണം ഇത് പറയാനായിട്ട്, കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു മിസ്റ്ററി പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ടൈം സോണുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ. സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എന്നാലും നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ കരുതുന്നു. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.